ഇങ്ങനെ ഒരു ഇത്രയും നാൾ കുറേ വർഷങ്ങളായി ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ 10 വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ അപ്പ കൊല്ലാൻ മടിക്കില്ല, ഞങ്ങളെ 3 മക്കളെയും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മൃതദേഹം ഈ മരയാട്ടുപള്ളിയിലെ മേൽവട്ടം വീട്ടിൽ കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് സൂയിസൈഡല്ല, ഞങ്ങളെ കൊന്നതാണ്. പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. മേൽവട്ടത്തെ കുട്ടികൾ അനാഥരാണ്, അവർക്ക് ആരുമില്ല, അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിപ്പോൾ ഈ കാണുന്ന ഒരു 5-6 ഷീറ്റുണ്ട്. ഇതിൻ്റെ അകത്ത് സ്വന്തം പിതാവിൻ്റെ കുറച്ച് ഡീറ്റെയിൽ, സ്വന്തം പിതാവ് തൻ്റെ പിതാവ് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുട്ടികൾ പല ആൾക്കാരെയും അവർ കാണുകയും അതുപോലെ തന്നെ ഇത്രയും പേജ് അടങ്ങുന്ന സംഭവങ്ങൾ ഈ പേജുകളെല്ലാം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഏറ്റവും മാനുവരുന്ന ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു 3 കുട്ടികൾ റോഡരികിൽ കൂടെ ഈ 5-6 ഷീറ്റ് അടങ്ങുന്ന പേജുകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ഒരു നോട്ടീസായിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുക, ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. വളരെയധികം ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിൽ കൂടിയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. കാരണം ഈ ഷൈനിയുടെ ഇന്ന് ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഇന്ന് ഏറ്റുമാനൂർ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ഞാനും സിജിയുണ്ട്. പക്ഷേ ഈ കുട്ടികളെ ഇന്ന് കണ്ട് സംസാരിച്ച് പോയില്ലെങ്കിൽ അത് നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് എന്ന് തോന്നിയ കാരണമാണ് ഈ രാത്രി സമയത്ത് ഈ കുട്ടികളെ കാണാനായിട്ട് വന്ന് കുട്ടികളെ കണ്ട് സംസാരിച്ച് വിവരങ്ങൾ അറിഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന ബോധ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ വന്നത്. നമുക്ക് ഈ മോനോട് കാര്യങ്ങൾ ചോദിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഷൈനി അനുഭവിച്ച അതേ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ജീവിച്ചിരിക്കുന്ന അതിജീവിതന്മാരാണ്. ഇളയ മോന് പ്രായക്കുറവാണ്, അവന് 14 വയസ്സേ ഉള്ളൂ. നമുക്ക് മോനോട് ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചു പോകാം. മോനെ, ഇത് എന്താ മോനെ ഈ ഒരു നോട്ടീസ് ഞങ്ങൾ കൊടുത്തത്? എൻ്റെ അനിയനെ തലക്കടിച്ച് കൊല്ലാൻ നോക്കി. കൊല്ലാതെ നോക്കി കഴിഞ്ഞുള്ള ദിവസമാണ് ഞങ്ങൾ തീരുമാനിച്ചു ഇതെല്ലാം കൊടുക്കണം, ലോകം മുഴുവൻ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാം കൊല്ലും. അപ്പം ഈ ഒരു നോട്ടീസിൽ പറയുന്നത് എന്താ ആ ദിവസം നടന്നെന്നും പെട്ടെന്നൊന്ന് എഴുതി പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കേസുകളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ അമ്മയും അപ്പായും ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഈ കള്ളാധാരം ഉണ്ടാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോകത്തിനൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പം ഇതാണ് ഈ നോട്ടീസിലുള്ള കാര്യങ്ങൾ. ഞങ്ങളായിട്ട് ഇന്ന് വരെ ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ കാലാകാലങ്ങളായിട്ട് അമ്മയുടെ കുടുംബമാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം അപ്പനാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. കോടതി വഴി ആകെ 2500 രൂപ മാത്രം എല്ലാ മാസവും ഞങ്ങൾക്ക് തരും. അപ്പം അമ്മയുടെ കുടുംബത്തിൽ നിന്ന് അവർക്കുള്ള സാധനങ്ങളൊക്കെ അവർ വിറ്റ് ഞങ്ങളെ നോക്കി ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ, അതായത് എൻ്റെ 2 അനിയന്മാരുടെ അപ്പ ഇപ്പം ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ ഇവർ വേറൊരു സ്ത്രീയായിട്ടൊരു ലിവിങ് റിലേഷൻഷിപ്പിലാണ്. അപ്പം അവരുടെ വീട്ടിൽ പോയി, ഇവരൊരു വീടൊക്കെ വെച്ചിരുന്നു, അവരുടെ വീട്ടിൽ പോയി കണ്ട് അപ്പം സമാധാനത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് അടിയൊന്നും പിടിക്കാണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ഇത് ഞങ്ങൾ ഇതിനൊന്ന് ഒഴിവാക്കി വിട്ടാൽ മതി, കാരണം നമുക്ക് കേസ് കളിക്കാൻ പോലും ഉള്ള കാശില്ലാണ്ടേ. അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് എൻ്റെ ഈ അപ്പൻ്റെ കൂടെയുള്ള സ്ത്രീയുടെ അച്ഛൻ ഹെൽമെറ്റ് വെച്ചിട്ട് അടിക്കുന്നതും, പിന്നെ അവനത് കാറുമായിരുന്നു. അതിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എന്താണ് CT സ്കാൻ എടുക്കണം, ന്യൂറോളജി വേറെ സ്ഥലത്ത് പോയി കാണണം. അത് പോയി കണ്ടു. അപ്പോൾ CT സ്കാൻ എടുത്തിട്ട് റിസൾട്ട്സ് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പം നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെയ്തതാണല്ലോ. അപ്പം ഇന്ന് വരെ നമ്മൾ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലയിടത്തും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കേസ് തന്നെ ഇല്ലാണ്ടാവുകയാണ്. നീതി കിട്ടുന്നില്ല. നീതി ഒരിക്കലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു കോടതിയിൽ നിന്നോ ഒരു പോലീസിന്റെ സൈഡിൽ നിന്നോ ഒരു നീതി ഞങ്ങൾക്ക് കിട്ടിയില്ല. എൻ്റെ അപ്പന് നല്ല പണവും
സ്വാധീനവും എല്ലാം തന്നെ ഞങ്ങളുടെ ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട് പപ്പയ്ക്ക്? കുറെ ഒരു 5-6 ഏക്കർ സ്ഥലമുണ്ട്. 6 ഏക്കർ സ്ഥലമുണ്ട്. പപ്പയ്ക്ക് എന്താ ജോലി? എന്താ? ഡെന്റിസ്റ്റ് ആണ്. വാഗമണിൽ ഒരു റിസോർട്ട് ഉണ്ട്. എത്ര റിസോർട്ട് ഉണ്ട്? ഞങ്ങൾ ഇപ്പൊ പോയി കണ്ടു പറഞ്ഞാണ് 2 ഉണ്ടെന്നാണ്. മൗണ്ടൻ മിസ്റ്റ് അവർക്ക് ഒരെണ്ണോടെ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ആ റിസോർട്ട് വിജിലൻസ് കേസിലാണ്. കാരണം വാഗമൺ ഏരിയയിലൊക്കെ ഞങ്ങൾ കുറച്ച് വർക്കിനായിട്ട് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചു. മോനെ ഈ അനിയനിട്ട് തല്ലി എന്ന് പറഞ്ഞല്ലോ, എന്താ ഈ മോന് സംഭവിച്ചത്? എന്താ ചേട്ടാ, അന്ന് 21-ാം തീയതി രാത്രി 7 മണിയാണ്. 7 മണിക്ക് പോകാൻ കാരണം അപ്പൻ സാധാരണ ഡേ ടൈം അല്ലെങ്കിൽ വീട്ടിലില്ല. ഈ രാത്രിയുള്ള ഞങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് 9 വർഷം മുന്നെയാണ് പുള്ളി ഞങ്ങളെ ഇട്ടേച്ച് പോയി. അപ്പം വൈകുന്നേരം രാത്രിയൊക്കെ നമ്മളെ വീട്ടിൽ വരുള്ളൂ. അപ്പം ഞങ്ങളൊരു 7 മണി ആയപ്പോഴത്തേക്കും പോയി. അപ്പോൾ അപ്പ ഞങ്ങൾക്ക് ഫീസ്, എൻ്റെ പഠനം മുടങ്ങിയിരിക്കുക, അനിയൻ്റെ ഫീസ് അടച്ചിട്ടില്ല, ചേച്ചിയുടെയും ഫീസ് കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാ, കാശ് കുറവാ. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് മോൻ പഠിച്ചത്? അതെ, ഞാൻ എല്ലാവരും തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പം നല്ല ചിലവാ, ഫീസിൻ്റെ ഒക്കെ നല്ല ചിലവാകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് തരുന്നില്ല, ഫീസിനൊന്നും തരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് സംസാരിക്കണം. എന്നാ വെച്ചാൽ ഞങ്ങളുടെ ഫീസ്, ഞങ്ങളുടെ പഠനം നിന്നു പോവാ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു പോയതാണ് ഞങ്ങൾ ഒരു 7 മണിയായപ്പം. അപ്പോൾ ഈ അപ്പൻ്റെ കൂടെയുള്ള ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീയുടെ ഫാദർ വി പൗലോസ് വെളൂക്കരയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. അവരുടെ വീട് പെരുമ്പടവത്താണ്. അതായത് ഈ അടിച്ചുതളിക്കാരിയുടെ അപ്പൻ. അതെ. അപ്പം ഈ പുള്ളിക്കാരനും അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, ഷട്ട് അപ്പ്, ഐ ഡോണ്ട് നോ യു, ഗെറ്റ് ഔട്ട്. ഇതാ ഞങ്ങളോട് പറഞ്ഞത്. സ്വന്തം, അതായത് ഈ ഡോക്ടർ സ്വന്തം മക്കളോട് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത്, ഇറങ്ങിപ്പോടാ, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എൻ്റെ മക്കളല്ല. ഞങ്ങളൊന്ന് ഫീസിൻ്റെ കാര്യം ചോദിക്കാൻ പോയതാണെന്ന് വിചാരിക്കണം. അപ്പം ഈ വി പൗലോസ് എന്ന വ്യക്തി പറയുകയാണ്, എൻ്റെ സ്ഥലത്ത് നിന്ന് നീ ആരാടാ ഞങ്ങളോട് ചോദിക്കാൻ വരാൻ, നീ ഇറങ്ങിപ്പോടാ എൻ്റെ സ്ഥലത്ത് നിന്ന്, ഇതെൻ്റെ സ്ഥലമാണ്. ഈ പേരെങ്ങനെയാ മോൻ അറിയുന്നത്? ഈ വി പൗലോസോ? അത് ഈ കള്ള ആധാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, ഈ സ്മിത എന്നുള്ള സ്ത്രീ അപ്പന്റെ ഭാര്യ അത്രേ. സ്മിതയാണ് കൂടെ താമസിക്കുന്നത്? അതെ, സ്മിതയാണ്. എത്ര കാലമായി കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയാവോ? ഒരു 3-4 വർഷമായിട്ടുണ്ടായിരിക്കണം. കാരണം ഇൻസ്റ്റാഗ്രാം, ഈ പുള്ളിയുടെ ഇതിന്റെ അപ്പന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആളിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഫോട്ടോസ്, അവിടെ പോകുന്ന ഫോട്ടോ, കുറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തരാൻ മാത്രം കാശുമില്ല. ഇവര് മണാലിക്ക് പോകുന്നു, വഗാ ബോർഡറിൽ പോകുന്ന എല്ലാം ഞങ്ങൾ ഇരുന്ന് കാണുക. ഇവര് ട്രിപ്പ് പോകുന്നതല്ല. ചേച്ചീനെ കൊണ്ടിട്ടുണ്ടോ? മണാലിക്ക് കൊണ്ടിട്ടുണ്ടോ? ചേച്ചിന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ, ഡോക്ടറാണ്, എന്നാലും ഡോക്ടറെ പരിഗണിക്കണമല്ലോ, കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും, അതാണ് ചേച്ചി എന്ന് ചേർത്ത് കേട്ടോ. അപ്പം ഇവര് കുറെ കറങ്ങി നടക്കുന്നത്, ഇത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് കറങ്ങി നടക്കുന്നത്. ഇനിയിപ്പം പുള്ളി അതെല്ലാം എടുത്ത് ബ്ലോക്ക് ചെയ്ത് കളയും, ആരും കാണാത്ത വിധം. അല്ലെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ ഞങ്ങളെ ഭയങ്കരമായിട്ട് അതായത് സാധാരണ ഒരു അപ്പൻ അടിക്കുന്നതോ ചെയ്യുന്നതോ പോലെയല്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അക്ഷരം തെറ്റും, അപ്പൊ രായക്ക് ഇങ്ങനെ തിരിച്ചെഴുതുവാന്നുണ്ടെങ്കിൽ രാത്രിയിൽ പുറം കല്ല് വെച്ചിട്ടേക്കാണ്. അപ്പൊ കല്ല് അവിടെ കൊണ്ടുപോയി മുട്ടയെ കൊതി നിർത്തിയിട്ട് വീടിനകത്തെ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്യും. എന്നിട്ട് വീട് ഡോറോടെ പൂട്ടും. എന്നിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നട്ടുച്ചയ്ക്ക് ആ കല്ലിൽ പോയി മുട്ടയെ കുത്തി നിർത്തുക. പിന്നെന്താ, ചീപ്പിന്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഞെരുക്കി ഇങ്ങനെ പിടിക്കുക, വെസ്റ്റിന്റെ മെറ്റലിന്റെ ഭാഗം വെച്ചിട്ട് അടിക്കുക. അതൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ എല്ലാവരും കൊണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവനെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. കുഞ്ഞിലെ മുതൽ ഉപദ്രവിക്കായിരുന്നു? കുഞ്ഞിലെ എൻ്റെ ആദ്യത്തെ ഓർമ്മ തന്നെ. എത്ര നാള് പപ്പ കൂടെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ കൂടെ ഞാൻ 2005 ജനിച്ച്. അപ്പം എൻ്റെ 2017 വരെ പുള്ളി ഉണ്ടായിരുന്നു. 12 വർഷം. കുഞ്ഞിലെ മുതൽ ഉദരവായിരുന്നോ? സ്നേഹത്തോടെ ഉള്ള പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നോ ഈ ഇടയ്ക്ക്? ഉദരവായിരുന്നു പുള്ളി. തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മേനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൽ കൂടുതൽ, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പിന്റെ മുകളിൽ അപ്പം നിൽക്കും, താഴെ അമ്മ നിന്നിട്ട് അമ്മയുടെ വയറ്റിലേക്ക് ഇങ്ങനെ ചവിട്ടി അമ്മേനെ. ഇതൊക്കെ ഞാൻ ഇത്രേ ഉള്ളൂ, അപ്രായത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റുമിട്ട് അമ്മയിട്ട് ഓടിക്കുക, ഷട്ടിൽ കളിക്കുക. അപ്പൊ ഷട്ടിലിന്റെ ബാറ്റ് ഒടിച്ചിട്ട് അമ്മയെ കുത്താൻ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അമ്മ എന്ന് തലകറങ്ങി വീഴ്ച. അപ്പൊ തലകറങ്ങി വീഴുന്ന ഒരു അമ്മയുടെ മുഖമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. ഈ കാലം അത്രയും ഈ പപ്പയെന്നാണ് വിളിക്കുന്നത്? അപ്പാന്നാ വിളിക്കുന്നത്. അപ്പ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു പറയാം. മമ്മീനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ പ്രതികരണ മനോഭാവമുള്ള ഒരാളല്ല. ഡോക്ടർ എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ പഞ്ചഭാവമാന്ന് തോന്നുന്നു. അതെയോ? അമ്മ എല്ലാം അടി വാങ്ങിച്ച് പുറത്ത് പറയാനാ മൊത്തം ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ ഞങ്ങള് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ പോലും അമ്മയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു സ്വന്തം ഭർത്താവാണല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അമ്മ നിന്നോണ്ടുള്ളത്. പിന്നെയാണ് ഒട്ടും പറ്റാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ കൊല്ലും എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അതിന് പലതവണ
ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ കൂടെ താമസിക്കുന്ന സ്ത്രീ, ഈ ഡോക്ടർ രാജു എന്ന് പറഞ്ഞ ആളുടെ കൂടെ താമസിക്കുന്ന സ്ത്രീ, അതായത് നാട്ടുകാരോടൊക്കെ ഇവര് വിവാഹം കഴിച്ച് സ്ത്രീയാന്നാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളത് തെളിയിച്ചു. അതെ. എങ്ങനെ തെളിയിച്ചത്? ഞങ്ങൾ ഈ വക്കീൽ നോട്ടീസ് വിട്ടു. ഞങ്ങള് അത് അമ്മയുടെ അമ്മ വക്കീൽ നോട്ടീസ് വിട്ടു. അപ്പം ആള് തിരിച്ചിങ്ങോട്ടേക്ക് ഈ പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് ഈ വക്കീൽ നോട്ടീസ് വിട്ടപ്പോൾ ഈ കൂടെ താമസിക്കുന്ന ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിലേക്കും അതുപോലെ വീട്ടിലേക്കും നമ്മുടെ അഡ്വക്കേറ്റ് അങ്ങോട്ട് നോട്ടീസ് വിട്ടു. അപ്പൊ പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട് ആണ്, ഫാമിലി ഫ്രണ്ട് ആണ്, ഭാര്യ എന്ന് എഴുതിയിട്ടില്ല. ഈ ഫാമിലി ഫ്രണ്ടിന്റെ പേർക്കാണ് ഈ സ്ഥലം എഴുതി കൊടുത്തത്. അതില് ഭാര്യ. അപ്പൊ ഇത് ഈ ആളെ വഞ്ചിച്ചിട്ട് ഈ സ്ത്രീ കടന്നു കളയാൻ സാധ്യതയില്ലേ? വേണമെങ്കിൽ കൊല്ലാൻ വരെ സാധ്യതയില്ലേ? ഉണ്ട്. അതാണ് അവരുടെ ഉദ്ദേശം. കൂടെ കൂടിയാക്കുന്ന സ്ത്രീ ചിലപ്പോ ഈ സ്വത്ത് ആഗ്രഹിച്ചോണ്ട്. അതെ, സ്വത്ത് സ്ത്രീ മാത്രമല്ല, അവരുടെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടോ അവർക്ക്? അതിലില്ല, കുട്ടികളില്ല. ഈ വെളുക്കരയിൽ വീട്ടിലെ കുടുംബം, അമ്മ, വി വി പൗലോസും വി വി പൗലോസിന്റെ ഭാര്യയും ഈ സ്ത്രീയും. ഈ പൗലോസ് അവിടെ പെറ്റ് കിടക്കുവാണോ വീട്ടില്? അതെ, അവര് അവിടെ. അതെ, ഈ വീട് പണിയാൻ തുടങ്ങിയ അപ്പ തൊട്ട് ഈ പൗലോസ് അവിടെയാണ്. പൗലോസ് ഉണ്ട്. അപ്പൊ മോളെ വിട്ടുകൊടുത്താൽ ഈ മോളെ അങ്ങോട്ട് ഈ രാജുവിന് വിട്ടുകൊടുത്തിട്ട് കൂടെ ഒരു സെക്യൂരിറ്റി എന്ന പോലെ നിൽക്കുവാണ്. അതെ. ഇവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഈ പൗലോസിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അറിയാവോ? ഈ ഞങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അന്ന് പോയപ്പോ കണ്ടത് എന്റെ അപ്പാടെ പുതിയ വീട്ടില് ഈ വി വി പൗലോസും വി ബി പൗലോസിന്റെ ഭാര്യ എന്ന് വെച്ചാൽ സ്മിതയുടെ അമ്മയും. സ്മിതയ്ക്ക് ആങ്ങളെയോ ചേച്ചിയോ വല്ലതും ഉണ്ടോ? അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ആങ്ങളെയോ ചേച്ചിയോ ഉണ്ടോന്ന് അറിയില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ ഈ സ്മിതനെ? ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിൽ, ഇൻസ്റ്റയിലും അല്ലാതെ ഞങ്ങളുടെ പള്ളിയിൽ വരെ, മനാട്ടുള്ളി പള്ളിയിൽ വരെ ഈ AKCC എന്ന് പറഞ്ഞ സംഘടനയില് കുടുംബ കൂട്ടായ്മയിൽ ഈ പുള്ളിക്കാരെ കൊണ്ടുവരികയും. അതായത് സ്മിതയൊക്കെ ആയിട്ടുള്ള യാത്രകള്, മണാലിയൊക്കെ പോകുന്നതിന്റെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. അല്ല, ഇവർ ചെയ്യുന്ന കൂടുതൽ മറ്റുള്ള ജനങ്ങളിലേക്ക് ഇവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇവര് ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റുള്ള ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരോടും അങ്ങനെ തന്നെ ഭാര്യയാന്നായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ആ നാട്ടുകാർ അറിയുന്നേക്കാളും കൂടുതൽ ആ സ്ത്രീനെയും ഈ പൗലോസിനെ, അല്ലെ പൗലോസിന്റെ പേര്, അതായത് ഈ സ്ത്രീനെയും പൗലോസിനെ ആയിരിക്കും നിങ്ങളെ അറിയുന്നേക്കാളും കൂടുതൽ ആ നാട്ടുകാർക്ക് അറിയാവുന്നത്. കുട്ടികളില്ല. നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ വീടും 3 ഇത് അവർ ഞങ്ങളോട് അവിടെ അന്വേഷിച്ച് പറഞ്ഞു. 3 ഏക്കർ സ്ഥലവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഒഴിവാക്കിയതാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഒഴിവാക്കി കൂടെ, കാരണം ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പം പക്ഷേ ഈ പുള്ളി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഡിവോഴ്സും ആയി, ഇത്രയൊക്കെ കാര്യം നിന്നിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കള്ളം പറഞ്ഞ് നാട്ടുകാരെ എല്ലാം വിശ്വസിപ്പിച്ച് നടക്കും. നിങ്ങൾക്ക് എന്താ ഭീഷണി ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഭീഷണി നിങ്ങളുടെ ജീവന അപായത്തിലാന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താ കാരണം? ഇങ്ങനെ ഒരു നോട്ടീസിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്? കാരണം ഈ നോട്ടീസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒത്തിരി വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾക്ക് ഇതൊരു 4-5 കോളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നു. അപ്പം ഇതൊരു നല്ല രീതിയിലല്ല പോക്കല്ല എന്ന് എനിക്ക് തോന്നിയ കാരണമാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട്. സിജി വേറെ ഒരു വഴിക്ക് പോയി. അപ്പം തന്നെ സിജിയോട് ഞാൻ പറഞ്ഞു, സിജി പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ഓടിയെത്തിയത്. എന്താ ഇതിങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എന്താ കാരണം ഉണ്ടായേ? പണ്ട് തൊട്ടേ പുള്ളി സ്ട്രെയിറ്റ് ആയിട്ടുള്ള മെത്തേഡിലൊന്നും ചെയ്യില്ല, വളഞ്ഞ വഴിയിലാണ്. ഇവിടെ ഗുണ്ടയും പോലീസും ഒരുമിച്ചായിട്ട് വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഗുണ്ടയെ വന്ന് ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ, ഇവിടെ വീട്ടില് സമാധാനം ഇല്ലാതാക്കുക, പുറത്തുനിന്ന് ഞങ്ങളെ പേടിപ്പിക്കുക, ഇറക്കി വിടുക. ഏത് സമയത്ത് അങ്ങനെ വന്നേ? രാത്രികളിലാണ്. ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ അപ്പായിക്ക് ഗുണ്ടകളൊക്കെ പരിചയമുള്ളതാണ്. കൂടെ ഉള്ളതാണോ? ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗുണ്ടകളെ ഉണ്ടായിരിക്കണം. ഗുണ്ടകളുടെ ഒരു പ്രാവശ്യം വന്നത് ഞങ്ങളുടെ ഫോട്ടോയും ഉണ്ട്, വീഡിയോ ഉണ്ട്. ഒരു ആണ്ടൂർ കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളിവിടെ ഒരു മരം ഇങ്ങനെ കയറിപ്പോയപ്പോൾ അതിന്റെ പിന്നെ വെട്ടിയതാ, മരം ശകരം വെട്ടിയതാ. അപ്പത്തേക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ വീടാണ്, മെയിൻ്റെനൻസ് ഒന്നും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതായത് വീട്ടില് തേളൊക്കെ കയറി തുടങ്ങി. അതായത് നമ്മൾ മൊത്തം പള്ള കയറി ഒരു വീടെന്ന അവസ്ഥയിൽ നിന്ന് പാമ്പും തേള് വരുന്ന ഫുൾ ടൈം. അപ്പൊ നമ്മള് അത് മൊത്തം വെട്ടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ഗുണ്ടകളെയൊക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇവരെല്ലാം പറഞ്ഞു അയാളുടെ പേരിലുള്ള വീടാണ്, മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് വന്നു. അപ്പം പോലീസും ഗുണ്ടയൊക്കെ ഒന്നിച്ചാണ് പുള്ളിയുടെ സൈഡിലാണ്. വക്കീലും ഞങ്ങൾ 3 പ്രാവശ്യം വക്കീലിനെ മാറ്റി. എന്നാണ് കാരണം പുള്ളി കാശ് കൊടുത്ത് ഈ വക്കീലെ പുള്ളിയുടെ മറിക്കുക. അപ്പം ഞങ്ങൾക്ക് നമുക്കൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളെ 3 പേരെയും ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കുക, എങ്ങനെ ഒഴിവാക്കി ഈ സ്ത്രീയുടെ കൂടെ
ഞങ്ങൾക്ക് ഒന്നും തരുവും വേണ്ട, തരാനും പറ്റില്ല. ഒരു ചെലവും ഒരു ഫീസും ഇല്ല. കേസ് കളിച്ചോ ഭീഷണി ഉണ്ടായിരുന്നു ഈ കൊണ്ടവരുടെ ഭാഗത്തുനിന്ന്? പിന്നെ ഭീഷണി ഉണ്ടെന്ന് ഞങ്ങളുടെ രാത്രി വന്ന് വീട്ടില് കൊട്ടുക, ഞങ്ങളുടെ ഷട്ടറി വന്ന് കൊട്ടുക. ഞങ്ങളുടെ ഇവിടെ ഒരു സോളാർ ഉണ്ട്, ആ സോളാറിൽ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. ഈ വെള്ളം ചൂടാക്കുന്ന സോളാറാ, അത് പൊട്ടിച്ചു. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ചിലപ്പോൾ ആ ഡോറൊക്കെ ഇളകി ഇങ്ങനെ തുറക്കാനിരിക്കുന്നത് പോലെ ആവുന്ന രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഡോറ് വീണ്ടും വീണ്ടും മാറ്റിക്കുക. ഇപ്പൊ ഇവിടെ ഇറങ്ങി പോകുന്നതിന് മുന്നേ ഈ ഡോറ് പുള്ളി മുകളിലും താഴൊക്കെ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് നടുക്കത്തെ ലോക്ക് വെച്ച് മാത്രം പൂട്ടിയിട്ട് രാത്രിയിൽ ഇത് പോകുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഞങ്ങളോട് പറയും ഞാൻ ഗുണ്ടകളെ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോകും. ഇത് അവസാനം പോകുന്നതിന് മുന്നേ സംഭവിച്ചതാണ്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന് അതാണ് ഈ ഇത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അതെ അതെ, ഈ ഡോറിന്റെ കീ അപ്പാടയിൽ മാത്രമേ ഉള്ളൂ. 2017 അടച്ചതാണ്. ആ സൈഡിൽ കൂടെ ഈ ഡോറിന്റെ കീ അപ്പാടയിൽ മാത്രമേ ഉള്ളൂ. അതായത് പുള്ളി മുകളിലത്തെ താഴൊക്കെ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അടിച്ചുറപ്പില്ലെന്ന് പറയാം ഈ വീടിന്. അതെ ഇത് കൂടാണ്ട് ഇത് ഇന്ന് വരെ ഇത് മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടില്ല. സമ്മതിക്കില്ല. മഴ പെയ്യാണെങ്കിൽ ഇവിടുന്ന് മൊത്തം താഴേക്ക് വെള്ളം ഒലിച്ച് വരും. ഈ ഡോറിന്റെ കീ പുള്ളി കൊണ്ടുപോയിട്ട് ഞങ്ങളോട് പറയും ഞാൻ ഗുണ്ട അകത്ത് കയറ്റി വിടും, അല്ലേ പൊക്കോളാൻ പറയും. അപ്പൊ അമ്മ അത് പലക അടിച്ചപ്പോഴത്തേക്ക് അമ്മ ഞങ്ങളും കൂടെ കൂടി അവിടെ പലക വെച്ചു. അപ്പൊ പുള്ളി അത് വന്ന് അതും അഴിച്ചു മാറ്റി. അന്നും ഭയങ്കര ബഹളം ഉണ്ടാക്കി. അങ്ങനെയാണ് അമ്മ DV പ്രൊട്ടക്ഷൻ ആക്ട് ഒരു ഫോട്ടോ കാണിച്ചു തന്നില്ല, ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്ന വാതിൽപ്പടി കുത്തിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടോ? ഫീസ് ചോദിക്കുവാന്ന് വിചാരിച്ചോ പുള്ളി? അപ്പൊ ഞങ്ങളെ ഈ തുണി നോക്കിയാ കാണിക്കുന്നത്. അതെല്ലേ? അപ്പം ഒരു ഡോക്ടറാണല്ലോ പുള്ളി. എന്ത് ചോദിച്ചാലും അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്. അത് ഞങ്ങളുടെ മേലെ അമ്മയുടെ മേലെയൊക്കെ. അന്ന് അവസാനം അന്നത്തെ ഫോട്ടോ എടുത്ത് എന്താ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് പുള്ളി ഇത് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ട് എന്താ അപ്പാന്ന് പറഞ്ഞ് കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഒരു കമ്പിക്ക് പെര ഇടിച്ചു പൊളിക്കുന്നേ, ഒരു അലമാങ്ങനെ തന്നോട്ടെ. കാരണം ഇതൊക്കെ ജനങ്ങളെ കാണിച്ചു കൊടുക്കും, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ, ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഒന്ന് മനസ്സിലാക്കട്ടെ. കുറെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്, പക്ഷെ ഇതൊന്നും കോടതിയുടെ അടുത്ത് എത്തിയിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടുള്ള സ്ത്രീയാണോ? വേറെ സ്ത്രീകൾ പല ഇതിന് മുന്നേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോ എന്നോട് ഇങ്ങനെ ചോദിക്കും പിള്ളേര്, നിന്റെ അപ്പനെ ഞാനിന്ന് വേറൊരു പെണ്ണിന്റെ കൂടെ കാറി കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളിങ്ങനെ അന്നാണ് ഞാൻ ചെറുതുവാ, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അന്ന് കൊച്ചെത്രയിലാ പഠിക്കുന്നേ? ഞാൻ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്. ആ സമയത്തൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, വേറെ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന. അപ്പം പുള്ളിക്ക് അന്നേരം നമുക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന പുള്ളിയുടെ സ്വഭാവം ഇതാണെന്ന് അറിയത്തില്ല. പുള്ളിക്ക് പരസ്ത്രീ ബന്ധം ഉണ്ട്. അത് ഒരു പെണ്ണ്, ഇപ്പത്തെ പെണ്ണ് മാത്രമല്ല, അതിന് മുന്നേയും കുറെ പെണ്ണുങ്ങളുണ്ട് അവിടെ ഇവിടെ മരാട്ടുള്ളിയിൽ. ചോദിക്കട്ടെ, ഇത് ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പുള്ളി പരിചയത്തിലേക്ക് വരാൻ എന്താ കാരണം? ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വന്ന അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പൊ ഉള്ള ഒരു സ്ത്രീ, അവിടെ ജോലിക്ക് നിന്ന ഒരു പെണ്ണാണ്. അപ്പൊ നിലവിൽ ഇപ്പോൾ ഉള്ള സ്ത്രീയുടെ പേരെങ്ങനെയാ? സ്മിത പൗലോസ്. അപ്പൊ ഈ സ്മിത പൗലോസ് അവിടെ ജോലിക്ക് വന്ന ആളാണ്. അതെ. എത്ര അങ്ങനെ അവർ അറിയാവോ? ഈ സ്മിത പൗലോസിനെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? മിണ്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ കുറെ നാളായി. ഈ സ്മിത പൗലോസുമായിട്ട് എന്തെങ്കിലും മിണ്ടാൻ പറ്റിയിട്ടുണ്ടോ? മിണ്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ടോ? സ്മിതനെ കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നത്? ഈ വീട്ടിലല്ല, താഴെ തറവാടുണ്ട്. തറവാട്. ഈ പുള്ളിയുടെ തറവാട്ടിൽ ആരൊക്കെയുണ്ട്? തറവാട്ടിൽ അവരുടെ ചാച്ചനും അമ്മയും. പിന്നെ ജെയിംസ്, പോള്, അവരൊന്നും വീട്ടിലിപ്പോ ഇല്ല, അവരവരുടെ വീടുകളിലാണ്. ഈ രാജുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരുടെ ഡീറ്റെയിൽ സഹോദരന്മാര് ഒക്കെ ഉണ്ടോ? സ്വിറ്റ്സർലൻഡിലാണ്. അത് പോൾ മാത്യു മേൽവട്ടം. പിന്നെ ഒരാള് പ്ലാസ്റ്റിനാലുണ്ട്, പുള്ളി ഡെത്ത് പോയേക്കുവാണ്. അപ്പം ജെയിംസ് മാത്യു മേൽവട്ടം. പിന്നെ ഒരു ജെസ്സി ചേച്ചിയുണ്ട്, പുള്ളിക്കാരി കാപ്പിൽ എന്ന് പറഞ്ഞ വീട്ടിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവർ 4 പേര്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അല്ല, അവര് കാപ്പിലെ ചേട്ടനും അവരൊന്നും അധികമൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ആദ്യം ഒരു ശകലം ഇവരാരും തന്നെ ഇടപെട്ടിട്ടില്ല. വ്യക്തിക്ക് എന്നാ ശരിക്കും പറഞ്ഞ കുഴപ്പം എന്താ? ഈ ആദ്യകാലങ്ങളിൽ മുതൽ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വന്ന കാലങ്ങളിൽ മുതൽ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ഇങ്ങനെ ആയതാണോ, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആയിട്ട് പരിചയം ആയതിനു ശേഷം തുടങ്ങിയതാണോ? ആദ്യകാലം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇടക്കാലം കൊണ്ട്, അതായത് 9 വർഷം മുമ്പ് പുള്ളിക്ക് വേറൊരു കല്യാണം കഴിക്കണം എന്നൊരു രീതിയിലായിരുന്നു പുള്ളി. അപ്പോൾ ആ സമയത്താണ് ഉപദ്രവം കൂടിയത്. അപ്പോൾ ഞങ്ങളറിയാതെ തന്നെ ഈ വീടും സ്ഥലവും പോൾ മാത്യു മേൽവട്ടം, ജെയിംസ് മാത്യു മേൽവട്ടം, ഇവർ 2 പേരും ചേട്ടന്മാരാണ്, അവരുടെ പേരിലേക്ക് എഴുതി മാറ്റി. അത് ഞങ്ങൾക്ക്
അതിപ്പം ഒരു 9 വർഷമായിട്ടുണ്ട്. എഴുതി മാറി. അത് കേസ് കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട്. അതിന് മുന്നേ കേസ് വന്നതെല്ലാം ഞാൻ ഡിഫെൻഡ് ചെയ്തു. ഈ സ്ത്രീ ആയിട്ട്, അതായത് സ്മിത എന്ന് പറഞ്ഞ സ്ത്രീ ആയിട്ട് പരിചയം ആയി കഴിഞ്ഞപ്പോൾ തന്നെ എഴുതി മാറിയാണോ ഈ സ്ത്രീനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? അല്ല, ആ സ്ത്രീയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് വേറൊരു സ്ത്രീയുടെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒന്നും പുറകെ പോകാറില്ല. കാരണം 3 മക്കളെ വളർത്തണം, സാമ്പത്തികം ഇല്ല. പിന്നെ ഞാൻ അതിലൊന്നും അധികം അവരുടെ പുറകെ ഞാൻ ഒരിക്കലും പോകാറില്ല. ഞാൻ ഈ പിള്ളേരുടെ ചിലപ്പോൾ ഈ വീഡിയോ ജനങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇതുപോലെ തന്നെ അതിജീവിതകളായിട്ട് ഒത്തിരി പരിചയപ്പെടാൻ സാധ്യത ഉണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ള അതിജീവിതമാര് വരും. അവരെ ഇങ്ങനെ പറയും, പറ്റിക്കും, കള്ള സ്നേഹം, എന്നിട്ട് ചതിക്കും അല്ലേ? അപ്പം ഇപ്പോഴത്തെ കാണുന്ന ആൾക്കാര് ദയവ് ചെയ്ത് ഇതുപോലെ തന്നെ ഡോക്ടർ രാജു മാത്യു, സുമുഖനൊക്കെയാണ്. കണ്ടു കഴിഞ്ഞാൽ പ്രായം കുറച്ചേ തോന്നുള്ളൂ. വിഗൊക്കെ വെച്ചാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നത്തില്ല. മിടുക്കനാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ വളച്ചെടുക്കാനൊക്കെ മിടുക്കനാണ്. അതുപോലെ ദന്ത ഡോക്ടറാണ്. ഈ ഹോസ്പിറ്റലിൽ ആര് വാ വിളിച്ച് ചെന്ന് കഴിഞ്ഞാലും, ദന്തൽ രോഗമായിട്ട് ചികിത്സിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വാ വിളിച്ച് സത്യമാണെങ്കിൽ ഈ പുള്ളി കണ്ണെറിയും. ആ പുള്ളി ഫോൺ നമ്പർ മേടിക്കും, വിളിക്കും, ബന്ധപ്പെടും. അതുപോലെ തന്നെ ജോലി ഓഫർ ചെയ്യും, റിസോർട്ടിലേക്ക് കൊണ്ടുപോകും, വേണേൽ താമസിപ്പിക്കും. പിന്നെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പുള്ളി തീരുമാനിക്കണം. അപ്പം ഈ ഇടയ്ക്ക് മമ്മൂട്ടിയുടെ ഒരു പടമൊക്കെ ഇറങ്ങിയില്ലേ, അതുപോലെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണേലും ഒരു 3 പിള്ളേരെ ഈ വ്യക്തിക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല. ഈ അപ്പനെ കാണാനും അതുപോലെ തന്നെ കോളേജിലെ ഫീസ് അടയ്ക്കാനും മാർഗമില്ലാഞ്ഞിട്ട് ഈ അപ്പനെ കാണാനായിട്ട് എന്നാ. അപ്പോൾ ഈ കൂട്ടുപ്രതിയായിട്ട് ഉള്ള സ്മിതയുടെ അപ്പൻ, അതായത് ഈ മോനെ 14 വയസ്സുള്ള മോനെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ വളരെയധികം മോൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. മോനോടും തൊട്ടപ്പുറം മോനിരിപ്പുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ് ജനങ്ങൾ അറിയണം. വളരെയധികം വിഷമങ്ങളിൽ കൂടിയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ഡോക്ടറാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഈ ഡോക്ടറിൻ്റെ ജോലി വരെയുടെ തടസ്സപ്പെടുത്തി. ഇവർക്കൊരു ക്ലിനിക്കുണ്ട്. ഈ ക്ലിനിക്കിലേക്ക് വരെയുടെ ആരും വരിയില്ലാത്ത രീതിയിൽ ഈ ഡോക്ടർ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവിടെ വളരെയധികം ഓഫറും അതുപോലെ തന്നെ ചീട്ടിലൊക്കെ അവിടെ വളരെയധികം ഓഫറുകളും അതുപോലെ തന്നെ വന്ന പേഷ്യൻറ്റിനോട് ഇവരുടെ കുറ്റമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് പൈസയിൽ ബില്ല് കൂട്ടിയിട്ടിട്ട് ഇളവൊക്കെ കൊടുത്തിട്ട് ഇവരുടെ ഹോസ്പിറ്റലിലേക്ക് ഇവരുടെ ആരും വരികയല്ലാത്ത രീതിയിലേക്കുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. ഒരു കൂടെ ജീവിച്ചു എന്നാൽ ഈ കുട്ടികൾ, ഈ ഡോക്ടർ സ്വന്തമായിട്ട് തന്നെ ജോലി ചെയ്ത് ഈ കുട്ടികളെ ജീവിച്ചു പോകാനുള്ള ഒരു അത്താണിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്നുള്ള ചിന്താഗതി ഈ പറഞ്ഞ വ്യക്തിക്കില്ല. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ പൂട്ടിക്കണം, അതുപോലെ തന്നെ ഇവര് ഒരു രീതിയിലും ജീവിക്കാനായിട്ട് സമ്മതിക്കുകയല്ലാത്ത രീതിയിലാണ് ഈ കാലം. അത്രയും ഇവർ ഈ 8-9 വർഷക്കാലമായിട്ടും ഇവര് ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. ഇനി ഇവരെ ഭൂമിക്ക് അടിയിലേക്ക് ചവിട്ടി താത്താനുള്ള പരിപാടിയാണ്. ഒരിക്കലും ഞങ്ങൾ ഈ ഒരു കാര്യം അനുവദിക്കുകയില്ല. ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. കൃത്യമായിട്ട് ഡോക്ടറെ നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ വളരെയധികം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, വളരെയധികം സ്ത്രീകളെ വഞ്ചിക്കുന്നുണ്ട്, വളരെയധികം ജീവൻ നിങ്ങൾ പൊലിച്ചിട്ടുണ്ടോയെന്ന് വരെ നിങ്ങളുടെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങളിൽ നിന്നും ഞങ്ങൾ വ്യക്തമാകുക. കാരണം ഞങ്ങൾ ക്ഷമിച്ചാണ്. നിങ്ങളുടെ വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോസോ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കാതിരുന്നത്. പക്ഷേ 14 വയസ്സുള്ള ഒരു പയ്യനെ ഹെൽമെറ്റ് വെച്ച് അവൻ്റെ തല അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ സ്ത്രീകളെ കൊല്ലാൻ നിങ്ങൾ മടിക്കുകയല്ല എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ ഗുണ്ടേനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒത്തിരി ഗുണ്ടകളൊക്കെ ഉണ്ടെന്ന് ഗുണ്ടകളൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആൾക്കാരെ കാണുന്ന പോലെ ഒന്നുമല്ല. നിങ്ങൾ പോലീസുകാരെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാരെ കാണുന്ന പോലെയല്ല. ഞങ്ങൾ നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. വേണമെങ്കിൽ ഞങ്ങളുടെ പേർക്ക് കേസ് കൊടുക്കാം, അതും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് ഈ കുടുംബത്തിൻ്റെ ഒപ്പം ഞാനും അതുപോലെ തന്നെ സിജിയും നമ്മുടെ ചാനൽ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഗുണങ്ങൾ, നല്ലൊരു അഭിപ്രായം നിങ്ങളെക്കുറിച്ച് പറയலாம். അത്ര ഹീന പ്രവൃത്തികളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രവൃത്തികളും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു പോകാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് കല്ലെറിയും. അത് കാരണം വളരെ ദുഷ്ടത്തരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ശരിയായ രീതികളല്ല. നിങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ എത്ര റിസോർട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സാമ്പത്തികം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം എന്ന് തന്നെ പറയാനുള്ളൂ. എന്താണേലും ഈ മോനോടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. മോനെ സംസാരിക്കാവോ? കൊച്ചിൻ്റെ മുഖം മറിക്കുവാണ്. കാരണം 18 വയസ്സിന് താഴേക്ക് ആയ കാരണം. അപ്പോൾ ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ മുഖമൊന്നും മറക്കണ്ട, ഞങ്ങളെ ആൾക്കാർ കണ്ടോട്ടെ, ഞങ്ങൾക്കൊരു മടിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മോൻ്റെ മുഖം ഞങ്ങൾ കാണിക്കുന്നില്ല. മോനെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? മിടുക്കനായിട്ട് പഠിക്കുമോ? ഇപ്പം പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു. പക്ഷേ എനിക്കിപ്പം നന്നായിട്ട് സ്റ്റഡീസിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല. ബിക്കോസ് എൻ്റെ അച്ഛൻ അറിയാലോ, ഇങ്ങനെ എന്താ എൻ്റെ പപ്പ ഇങ്ങനെ 10 വർഷമായി നമ്മളെ ലൈക്ക് അബാൻഡൻ ചെയ്തിട്ട് പോയിട്ട്.
നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാറും പോലെ ഇല്ല. കൊച്ചിന് ഇഷ്ടമാണോ പപ്പാനെ? എനിക്ക് ആദ്യം ഇല്ല, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ അപ്പൻ ഇങ്ങനെ ലൈക്ക് കണ്ട. ഈ കാലത്തിലും കൊച്ചിനോട് പപ്പ സ്നേഹത്തോടെ വല്ലതും പെരുമാറിയിട്ടോ ലാളിച്ചിട്ടോ എടുത്തിട്ടോ കൊഞ്ചിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഓർമ്മയിലുണ്ടോ മോന്റെ? ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഞാൻ ജനിച്ചപ്പോഴേ ആദ്യം എനിക്ക് 2-3 വർഷം എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ നമ്മളെ അബാൻഡൻ ചെയ്തു. ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഇല്ല, കണ്ടില്ല, കേട്ടുകൊണ്ട്. പിന്നെ ഇതൊക്കെ അറിഞ്ഞ് എങ്ങനെയാണ്ടോ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ ഇത് ഇങ്ങനെ അറിഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങി. നിൻ്റെ അപ്പൻ ഇങ്ങനെ ഒരു വെപ്പല്ലേടാ, നിൻ്റെ അപ്പൻ നിൻ്റെ ഇങ്ങനെ കണ്ട പെണ്ണുകളിലൂടെ നടക്കുമല്ലേടാ, എന്താണ് നിൻ്റെ അപ്പൻ ഇങ്ങനെ അല്ലാടാ, ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സ്റ്റഡീസിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് എൻ്റെ മാർക്സും എല്ലാം താഴ്ത്തു പോയി, ഡിഗ്രീസായി. എനിക്ക് എങ്ങനെ ഈ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പപ്പ ഇങ്ങനെ കാണിക്കുന്നു. കുട്ടികൾ ഈ കുട്ടി ഇപ്പൊ ഈ പ്രായത്തിന്റെ ഇപ്പൊ ഈ ഒരു കാലഘട്ടം ഇത് കഴിഞ്ഞു പോകും. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും ആരും ഓർക്കത്തില്ല. കൊച്ചിപ്പോ നമ്മളിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതൊന്നും അല്ല നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ. ഇതിനേക്കാളും ഒത്തിരി നമുക്കുള്ള ലക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതിനേക്കാളും വലിയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം മോനി കൂട്ടുകാരന്മാരെന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൊച്ചു ഒരിക്കലും ഓർക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നേടിയെടുക്കുക, അത് വിട്ടുപിടിക്കുക. നമുക്ക് നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് എത്ര ഉയരങ്ങളിൽ എത്താൻ പറ്റുമോ അങ്ങോട്ട് തന്നെ നമുക്ക് ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ കുതിക്കുക. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു കാര്യങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ കളിയാക്കി അല്ലെങ്കിൽ പുച്ഛിച്ചു അല്ലെങ്കിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും ആ രീതിയിൽ ഒരു മുഖം കൊണ്ടാണെങ്കിലും കൊച്ചിനെ ഒരു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഓർക്കേണ്ട കാര്യമില്ല. മോനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്, മിടുക്കം പയ്യനാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെ പോകുന്നു മോനെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചത്. എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു ദിവസം എൻ്റെ അപ്പ ഒരു നെയിൽ കട്ടർ വെച്ച് എൻ്റെ കഴുത്തിങ്ങനെ ഒരച്ചിട്ട് എൻ്റെ ഇവിടെ ഭയങ്കര വേദനയായി. അത് ഒരു ഭയങ്കര ചെറുതായിരുന്നു എനിക്ക്. അത് മാത്രം എനിക്ക് ഭയങ്കര ഇന്റൻസ് ആയി. അതിന്റെ ഫോട്ടോ ഉണ്ട്. ഒരു 4-3 അതിന്റെയും ഫോട്ടോ ഉണ്ട്. ബ്ലഡ് വന്നില്ല, പക്ഷെ നല്ല ചുമന്നിങ്ങനെ. അല്ല, പുള്ളിയുടെ സൈക്കോ സ്വഭാവം അനുസരിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം കിട്ടും. അതിനുശേഷം ഉണ്ട്, പക്ഷെ ഭയങ്കര അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇനി ഓർമ്മയുള്ള എൻ്റെ ചേട്ടനെ എൻ്റെ ചേച്ചിനെ എടുത്തിട്ട് അടിക്കുന്നത്. അതൊക്കെ എന്നെ കുറെ എല്ലാ ദിവസവും നരകമായിരുന്നു ഞാൻ. പക്ഷെ പെട്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ ഒത്തിരി എന്താണ് നമുക്ക് ഇനി പറയാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം. മോനെ ഉപദ്രവിച്ച കാര്യങ്ങളോടൊന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം എന്നാ ഡേറ്റ് എന്നാണ്? 21-ാം തീയതി. 21-ാം തീയതി എന്താ സംഭവിച്ചത്? എനിക്ക് എൻ്റെ അമ്മയുടെ പൈസ എല്ലാം കുറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ ഫീസും അടിക്കാൻ പറ്റണില്ല. എൻ്റെ ചേട്ടൻ്റെ 12ാം ക്ലാസ്, എൻ്റെ ചേട്ടന് ഈ കോളേജും ഇതൊന്നും നീങ്ങുന്നില്ല, മുടങ്ങിയിരിക്കുക എൻ്റെ ചേട്ടൻ്റെ എൻ്റെയും സ്റ്റഡീസ് എല്ലാം. അതുകൊണ്ട് നമ്മൾ ഈ ഫീസ് വയ്ക്കാൻ വേണ്ടി 21-ാം തീയതി എൻ്റെ അച്ഛനടുത്ത് പോയതാ. ഞാനും ചേട്ടനും അച്ഛൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പീസ്ഫുൾ വയലൻസ് ഒന്നുമില്ല, അതെ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം, നമ്മൾ അതിനാ വന്നേന്ന്. പിന്നെ അച്ഛൻ അപ്പളേ പറയുക, ഷടപ്പ്, ഇറങ്ങിപ്പോ, നീ എൻ്റെ മക്കളല്ല. എനിക്ക് ഭയങ്കര ഫീൽ അടിച്ചു. പക്ഷേ ഇത്രയും വർഷമായി, അതുകൊണ്ട് ആ സമയത്ത് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുന്നു, അച്ഛാ നമുക്കിത് സംസാരിക്കണം, നമ്മൾ പീസ്ഫുൾ ആയിട്ടാണ് സംസാരിക്കാൻ വന്നത്, പ്ലീസ് കാര്യങ്ങൾ എസ്കലേറ്റ് ആക്കരുത്. പക്ഷേ എൻ്റെ അപ്പയ്ക്ക് ഇതൊന്നും സംസാരിക്കാതെ പിന്നെ കുറച്ചിങ്ങനെ ആർഗ്യുമെൻ്റ് എല്ലാം കഴിഞ്ഞപ്പം എൻ്റെ അച്ഛൻ വീടിൻ്റെ പുറകോട്ട് പോയി. അവിടെ ഇനിയും ഡാർക്കായിട്ട് അവിടെ ഇരിക്കണേ, ഡാർക്ക് സ്ഥലം, അവിടെ ലൈറ്റ് ഒന്നും ഇല്ല. വീടിൻ്റെ പുറകോട്ട് പോയി. സമയം ഒരു 7:15 രാത്രി. അന്നേരം ഞാനും ചേട്ടനും കൂടെ വീടിൻ്റെ പുറകോട്ട് പോയി. അന്നേരം എൻ്റെ അപ്പൻ എൻ്റെ ചേട്ടൻ്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ ചേട്ടൻ പെട്ടെന്ന് ചവിട്ടി പൊട്ടിക്കാൻ നോക്കി. എന്നിട്ട് ചവിട്ടി പൊട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അപ്പൻ്റെ ആയിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് ആദ്യം. എന്നിട്ട് അപ്പൻ അത് VV പൗലോസ് എന്നുള്ള പുള്ളിക്ക് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ആ പുള്ളി സ്മിതയുടെ അപ്പന് കൊടുത്തു. സ്മിതയുടെ അപ്പന് കൊടുത്തു. എന്നിട്ടാണ് എൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞ് ചവിട്ടി പൊട്ടിക്കാൻ നോക്കി. ഞാൻ അപ്പോഴത്തേക്ക് ഓടി ചെന്ന് കുഞ്ഞെടുത്തു. അപ്പോഴത്തേക്ക് ഈ വി പൗലോസും എൻ്റെ അപ്പനും കൂടെ ഓടി എൻ്റെ നേർക്ക് വരിക അടിക്കാൻ വേണ്ടി. അപ്പോഴത്തേന് ഇവൻ അതിൻ്റെ ഇടയ്ക്ക് കയറി. അപ്പോഴത്തേന് ഈ വി പൗലോസ് വലിച്ച് എൻ്റെ അനിയൻ്റെ തലയുടെ പുറകെട്ട് അടിച്ചു. കൊല്ലാൻ വേണ്ടി തന്നെ. വെട്ടം കുറവായിരുന്നു. കൊല്ലാൻ വേണ്ടി തന്നെയായി. ആരറിയാൻ? അല്ല, ഞങ്ങൾ രണ്ടുപേരെ പോയുള്ളായിരുന്നു. അടിച്ച് അതെ. എന്നിട്ട് അപ്പൊ അവൻ ഭയങ്കരമായിട്ട് കാറി. അവന് നന്നായിട്ട് വേദന എടുത്തു, തല കറങ്ങി, ഛർദിച്ചു. ഇത് അപ്പോഴല്ല, ഇച്ചിരി നേരം കഴിഞ്ഞ, പക്ഷെ അവൻ ഛർദിച്ചു. ആദ്യം അടിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ തൊട്ട് നോക്കിയപ്പം ഭയങ്കരമായിട്ട് മുഴച്ചു. ഇപ്പൊ ആ മുഴ കുറഞ്ഞു നേരത്തെ കാലം. പക്ഷെ ആ സമയത്ത് നല്ല മുഴ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തല കറങ്ങി ഭയങ്കരമായിട്ട്. തല കറങ്ങി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഛർദിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഈ ഭാഗം ഫുള്ള് അടിച്ചതിൻ്റെ വേദന ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചെവിക്കകത്ത് എന്തോ കുഴപ്പമുണ്ടാകുന്നത്, എനിക്ക് അറിയത്തില്ല എന്തോ പറ്റിയെന്ന്. ഭയങ്കര വേദനയായിരുന്നു ചെവിക്കകത്ത്. പിന്നെ വാ തുറക്കുമ്പോൾ എൻ്റെ ജോയ്ക്ക് നല്ല വേദനയായിരുന്നു ഇവിടെ ഫുള്ള്. കഴിക്കാൻ ഇവിടെ ഇത്രയും വേദന സംഭവങ്ങളായി. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ ഒരു ഗുണ്ടയെ വിളിച്ചിട്ട് പറയുക, 3 പേര് ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. 3 അന്യര് ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ കാറിനാ പോയത്. അതെ. ഉണ്ട്. അപ്പം വന്നിട്ടുണ്ട്, നീ ഓടി വാ ഞങ്ങളെ തല്ലാൻ വേണ്ടി. അപ്പോൾ ഈ പുള്ളി വരുന്നതും ഞങ്ങളെ ഇങ്ങനെ കൈ വീശി പിടിച്ച്, പൗലോസല്ല, വേറൊരു പുള്ളിയെ വിളിച്ചു വരുത്തി. പൗലോസ് അത് ആണോ അല്ലോ എന്ന് എനിക്കറിയില്ല. ഈ പുള്ളി എന്തായാലും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഞങ്ങളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളെ തല്ലല്ലേ, പോലീസ് വരുന്നുണ്ട്, തല്ല് തന്ന ദിവസം. അപ്പോൾ പുള്ളി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഡോക്ടർ രാജുയുടെ മക്കളാണ് ഞങ്ങളെ തല്ലല്ല. അപ്പോൾ പുള്ളി അത് കേട്ടപ്പോൾ മാറിപ്പോയി. ഈ പുള്ളിയെ പറഞ്ഞു വെച്ചേക്കുന്നത് ഏതോ 3 പേര്, ഏതോ ഒരു 3 ഗുണ്ടകൾ ഞങ്ങളെ തല്ലാൻ വന്നിട്ടുണ്ട്, നീ ഓടി വാ. ഈ 3 കുഞ്ഞു കുരുന്നുകളെ കണ്ടപ്പോൾ നിങ്ങൾ ഗുണ്ടകളായിട്ട് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ വെറുതെ വിടുവോ? സ്ത്രീകളെ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പം ആ പുള്ളി മാറിപ്പോയി. ഞങ്ങൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു CT സ്കാൻ എടുക്കണം, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം. ആ ഒരു സമയത്ത് ന്യൂറോളജിസ്റ്റ് ഇല്ലായിരുന്നു, അത് രാത്രി ആയിരുന്നല്ലോ. അപ്പം അത് ആരോഗ്യ അവിടെ ഒരു ഉണ്ടായിരുന്നു ഡോക്ടർ സൗപർണിക ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, അതായത് ഇവിടെ നിന്നാൽ പോരാ, CT സ്കാൻ എടുക്കണം, ന്യൂറോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ CT സ്കാൻ എടുക്കാൻ ദേവമാത ഹോസ്പിറ്റലിൽ പോയി. സ്കാൻ എടുത്ത് കഴിഞ്ഞു. അത് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകും, ഇതിപ്പോൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ തിരിച്ച് ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലേക്ക് കയറാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അഡ്മിറ്റ് ആവാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ പോയത്. അവിടെ വെച്ചിട്ട് ഈ ഡോക്ടർ പറയാണ്, എന്താ പറഞ്ഞത്, ഇവിടെ ഡോക്ടർ വരുക, അതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സൗപർണിക വരുക, വന്നിട്ട് ഞങ്ങളോട് പറയുക, ഇത് അടിപിടി കേസിനുള്ള സ്ഥലമല്ല, നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാൻ. ഡോക്ടർ എങ്ങോട്ടാ പോകണ്ടെന്ന്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ കംപ്ലൈന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ ഏതാണ്ട് തറവാട്ടുവകയാണുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ട് എന്താ മോനെ? അപ്പം ഇത് അടിപിടി കേസിനുള്ള സ്ഥലമല്ല, ഇതിങ്ങനെയുള്ള കേസുകൾക്കുള്ള സ്ഥലമല്ല. ഇവിടെ നിങ്ങൾ ഒബ്സർവേഷനോ അഡ്മിഷനോ ഒന്നും പറ്റില്ല, നിങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യാനാ, ഞങ്ങളൊക്കെ അവിടെ തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല. ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലെന്നാണ്. പക്ഷേ ഇവന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അഡ്മിഷന് വേണ്ടിയിരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ എന്നിട്ട് നേരെ വീട്ടിൽ പോയി. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴാണ് ഇവന് വേദനകളൊക്കെ ഭയങ്കരമായിട്ട് കൂടി, ചെവിക്ക് വേദനയായി, തലയ്ക്ക് വേദനയായി, ഛർദിയായി. എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ പോയി ഇവർ പറഞ്ഞു, ഇത് സംഭവം ഉണ്ട്, വേദനയുടെ കാര്യങ്ങളുണ്ട്, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ട്. ഇപ്പൊ
ഇപ്പം വേദന നന്നായിട്ട് കുറഞ്ഞുണ്ട്. ആഹാ. ഈ ചെവിയുടെ മാത്രം ഈ ഭാഗമായിട്ട് ഫുൾ അടഞ്ഞിരിക്കുക. എന്താ പറയുക, കുറച്ച് ദിവസമായി ചെവി തുറന്നു വരുന്നില്ല, പക്ഷെ വേദന ഒക്കെ കുറെ കുറഞ്ഞു നേരത്തെ കാലം. അവർ ഞങ്ങൾക്ക് മെഡിസിൻ തന്നു. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. കുഴപ്പമില്ലായിരുന്നു അല്ലേ? പക്ഷേ ഈ കൂത്താട്ടുകുളത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ എൻ്റെ അമ്മയോടും ഒരു ഡോക്ടറായിട്ട് പോലും ഭയങ്കര മോശമായിട്ടാണ്, ഹർഷായിട്ട് പെരുമാറി. ഹാർഷായിട്ടാണ് പെരുമാറിയത്. അത് ഇത്രയൊരു ചെറിയ കൊച്ചിൻ്റെ തലയിൽ. അത് വേറെ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. പുള്ളിയും ഡോക്ടറാണല്ലോ. അതെ. മോന്റെ അമ്മയും ഡോക്ടറാണ്. അതെ. റെക്കമെൻഡേഷൻ ഉണ്ടായി, വേണമെങ്കിൽ പൈസ കൊടുത്ത് കാണും, അതെ, ഒഴിവാക്കി വിട്ടോളാൻ പറഞ്ഞു കാണും. അതെ അതെ അതെ, അതാണ് സംഭവിച്ചത്. കാരണം ഹോസ്പിറ്റലിൽ പൂട്ടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ആള് മോൻ ഇങ്ങനെ ഒരു പരാതിയായിട്ട് മോനാണേലും ചെന്ന് കഴിഞ്ഞാൽ അല്ലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയിലല്ല, പുള്ളി വേറെ ഒരു അന്യനെ കാണുന്ന രീതിയിലും അന്യനോട് പെരുമാറുന്ന രീതിയിലും ട്രീറ്റ്മെന്റ് കൊടുക്കരുത്, അതിനെ ഒഴിവാക്കി വിടാനാണ് പറഞ്ഞത്. അതെ, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ എപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ പോയത്? അന്ന് തന്നെ പോയോ? അന്നല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സ്കാൻ കുഴപ്പമില്ല, പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നി. കേസ് കൊടുത്തില്ലേ? കേസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഏത് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്? രാമപുരം സ്റ്റേഷനിലാണ്. അവിടെ സ്വാധീനിച്ചെന്ന് വേണമെങ്കിൽ പറയാതിരിക്കാം, അങ്ങനെ സാധ്യതയുണ്ടോ? ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോ SI ഒക്കെ എന്താ പുള്ളിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയോ വല്ലതും ചെയ്തോ? നിങ്ങളുടെ കാണാൻ ചോദിക്കുകയോ വല്ലതും ചെയ്തോ? വിളിച്ചു വരുത്തിയായിരുന്നോ സ്റ്റേഷനിലേക്ക്? ഞങ്ങളെ അടുത്ത ദിവസം ഈ വിളിച്ചു വരട്ടേണ്ട ദിവസത്തിന്റെ മുന്നേ ഞങ്ങളോട് പറഞ്ഞു ഈ ഒരു സമയത്ത് വരണം. അപ്പോൾ സ്റ്റേഷനിൽ ഞങ്ങൾ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഈ സംഭവം നടന്നു കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നാ ആ ദിവസമല്ല, ഇനി നാളെ ഈ ഒരു സമയത്ത് വരണം എന്ന് പറഞ്ഞു. നാളെ ആ സമയത്ത് പോയപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുക, നിങ്ങളോട് ആരാ വരാൻ പറഞ്ഞത്, നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ? അവിടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ വരാൻ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വിളിക്കുക ചെയ്തേ, ആരാന്ന് പറഞ്ഞില്ല. ഞങ്ങളോട് പറഞ്ഞു അത് പക്ഷെ പോലീസ് സ്റ്റേഷൻ നമ്പരാ, അവിടുത്തെ ലാൻഡ് ഫോൺ വെച്ചാ വിളിച്ചു. അപ്പം പിന്നെ അവര് വേറെ കൂടെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ അതെ അതെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു ഈ ഒരു സമയത്ത് വരണോന്ന്. ഞങ്ങളപ്പോ അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്പൻ ആ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും പുള്ളി പോയി. വേണമെങ്കിൽ ഇവർക്ക് വേണ്ടി വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാറുന്നല്ലോ, ആൻസർ തേടായിരുന്നല്ലോ. അതിനും അപ്പൊ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരിക, വീണ്ടും വരുത്തുക, അതാ അല്ലേ? അതല്ലേ അവരുടെ ഉദ്ദേശം? അതെയോ? അങ്ങനെ തോന്നിയോ? അങ്ങനെയല്ല, ഞങ്ങളെ വിളിച്ചില്ല, പക്ഷെ ഞങ്ങളുടെ അപ്പനെ വിളിച്ചു. രണ്ട് സൈഡിലുള്ള ആൾക്കാരെയും വിളിച്ചാണ്. നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറഞ്ഞില്ല. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് കുറെ ദിവസങ്ങളായി, ഇതുവരെ ഒന്നും അപ്ഡേറ്റ് ആയില്ല. ഹെൽമെറ്റ് പോലീസ് തെളിവിലേക്ക് എടുത്തിട്ടുണ്ടോ? ഇല്ലെന്നാ ഞങ്ങൾ അന്ന് കണ്ടിട്ടില്ല. അതെ അതെ, കൊല്ലാനായിട്ട് ഉപയോഗിച്ച സംഭവം. അത് രാമപുരം പോലീസ് എത്രയും പെട്ടെന്ന് ഈ ഹെൽമെറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. ഇതൊരു കൊലക്കേസിന് തുല്യമായിട്ടാണ്. 14 വയസ്സുള്ള ഒരു കൊച്ചിന് ഇതുപോലെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതികളിൽ എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ച് അകത്തിട്ട് ഇവനിട്ട് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. എത്രയും പെട്ടെന്ന് നിയമ നടപടി സ്വീകരിക്കുക, ഈ കേസ് രജിസ്റ്റർ ചെയ്യുക. അത് ശരിയായ രീതിയിലേക്കല്ല ഈ പിതാവിന്റെ പോക്ക് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവം ഉണ്ടാക്കി തന്നിട്ടല്ലേ, നിങ്ങളുടെ കാരണന്മാരായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ സ്വന്തം മക്കളെ പോലും നോക്കാനോ അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ സ്ഥാപനം കൂട്ടിക്കാനായിട്ട് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇതുപോലെ നശിപ്പിച്ച് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതികളല്ല. പ്രിയരെ, നമ്മൾ വീഡിയോ വളരെയധികം ലെങ്തായി. എന്താണേലും ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാണ്. വരുന്ന ആളുകളിൽ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. കാരണം മാക്സിമം ഞങ്ങൾ ഈ വീഡിയോ ഇടാതെ ഞങ്ങൾ കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഇവർക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ജനങ്ങൾ അറിയണം. ഇത് ഈ പുള്ളിയുടെ ഈ വ്യക്തിയുടെ ക്രൂരകൃത്യം ജനങ്ങൾ അറിയണം, പറ്റുള്ളൂ. കാരണം ഇതുപോലെ ഒരു സ്ത്രീകളും ബലിയാടാകരുത്. ഇതുപോലെ ബലിയാടാകാനുള്ള സാധ്യതയുണ്ട്. ഇവന്റെ ഹോസ്പിറ്റലിൽ വിളിക്കാനായിട്ട് ചെല്ലുന്ന പേഷ്യന്റ് ശ്രദ്ധിക്കുക. ഇവന് ശരിയായ ഡോക്ടറല്ല, കള്ള ഡോക്ടറാണ് ഇവന്. ഇതുപോലെ തന്നെ വളരെയധികം നേഴ്സുമാരെയൊക്കെ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓഫറെ കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്താണേലും വരുന്ന ആളുകളിൽ നിന്ന് തുടർ വീഡിയോ ഉണ്ടാവും. ആ രീതിയിലൊക്കെ പോയി ഒരു കൂട്ടിയിരിപ്പുകാരിയായിട്ട് കുറച്ച് നാളെ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞ് നാളെ അതിനെ ഇട്ടിട്ട് പോകാന്നാണെങ്കിൽ റിസോർട്ടിന്റെ പരിസരങ്ങളിൽ വേണമെങ്കിൽ കൊന്ന് കുഴിച്ചിട്ട് അടുത്ത ആളെ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇതൊരു തെളിവായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ വീഡിയോയുടെ ഞങ്ങൾ ഈ ചാനലിൻ്റെ കൂടെ വിടുന്നു.
അതുപോലെ തന്നെ വീഡിയോ മാക്സിമം അങ്ങ് ഷെയർ ചെയ്യുക. നമ്മളിത് പേരെടുക്കാനായിട്ടൊന്നുമല്ല, ഇത് ഈ പുള്ളിയുടെ നീച പ്രവൃത്തി ഈ ലോകം മൊത്തം അങ്ങ് അറിയട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇങ്ങനെ ഒരു ഇത്രയും നാൾ കുറേ വർഷങ്ങളായി ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ 10 വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ അപ്പ കൊല്ലാൻ മടിക്കില്ല, ഞങ്ങളെ 3 മക്കളെയും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മൃതദേഹം ഈ മരങ്ങാട്ടുപള്ളിയിലെ മേൽവട്ടം വീട്ടിൽ കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് സൂയിസൈഡ് അല്ല, ഞങ്ങളെ കൊന്നതാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ.